ശബരിമല കൊള്ളക്കേസിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ വരികയാണ്. പത്മകുമാറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. കട്ടിളപ്പാളി കേസിൽ ആണ് നേരത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ദ്വാരപാലക കേസിൽ കൂടി തന്ത്രിയുടെ അറസ്റ്റിന് അനുമതി നൽകിയിരിക്കുന്നു കോടതി എന്നുള്ളതാണ്. ടി വി പ്രസാദ് ഉണ്ട്. പ്രസാദ്, ഇപ്പോൾ 2 വിവരങ്ങളാണ്. പത്മകുമാർ വീണ്ടും റിമാൻഡിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ തന്ത്രിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയും കോടതി നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് കോടതിയുടെ മുന്നിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് സ്മൃതി. കാരണം കനത്ത തിരിച്ചടിയാണ് അത് തന്ത്രിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒപ്പം പത്മകുമാറിന് നമുക്കറിയാവുന്നതുപോലെ തന്ത്രിയുടെ കാര്യത്തിൽ നേരത്തെ ഒരു കേസിൽ മാത്രമാണ് കട്ടിളപ്പടിയിൽ മാത്രമാണ് അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോഴത് ദ്വാരപാലകത്തിൽ കൂടി പ്രതി ചേർക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് കൂടുതൽ കുരുക്ക് മുറുകുന്നു എന്നതാണ്. എന്താണ് തെളിവ് എന്നുള്ളതാണ് പൊതുവിൽ ഉയർന്നിരിക്കുന്ന ആരോപണമെങ്കിൽ കോടതി അത് സ്ഥിരീകരിക്കുന്നു. കൂടുതൽ കേസുകളിലേക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള അനുവാദം കോടതിയുടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇത് കടക്കുന്നു എന്നതിന്റെ സൂചന തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഉദ്യോഗസ്ഥരിലും കേന്ദ്രീകരിച്ച് നിന്ന അന്വേഷണം പിന്നീട് തൊണ്ടി മുതലിലേക്ക് കടന്നപ്പോഴാണ് റോഥം ജ്വല്ലറിയുടെ ഉടമയായ ഗോവർദ്ധനും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയും പിടിയിലാകുന്നത്. അതിന് പിന്നാലെയാണ് പിന്നീട് തന്ത്രിയിലേക്ക് തന്നെ അന്വേഷണം നീങ്ങുന്നതും തന്ത്രിയെ ചോദ്യം ചെയ്യലിന് ഒടുവിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ കൂടുതൽ കേസുകളിലേക്ക് തന്ത്രി നീങ്ങുന്നു, തന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നേരത്തെ കട്ടിളപ്പടിയിൽ മാത്രമായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെങ്കിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലേക്കും അതിൻ്റെ സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിലേക്കും തന്ത്രിയുടെ ഇടപെടൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചുരുക്കത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോറ്റി, ഉദ്യോഗസ്ഥർ, അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ പത്മകുമാർ, N വാസു എന്നിവരിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളത് തന്ത്രിയിലേക്ക് നീങ്ങുന്നു. തന്ത്രിക്ക് കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ. സ്മൃതി, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 14 ദിവസത്തേക്ക് പത്മകുമാറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. പ്രസാദ്, ഇതോടൊപ്പം തന്നെ തന്ത്രിയുടെ ജാമ്യാപേക്ഷ 19 പരിഗണിക്കുമെന്ന് കൂടി കോടതി പറയുന്നുണ്ട്. പത്മകുമാറിന് യഥാർത്ഥത്തിൽ കനത്ത തിരിച്ചടി തന്നെയാണ് തുടർച്ചയായി കോടതിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്മൃതി, നമ്മൾ കണ്ടതുപോലെ പത്മകുമാറിന് കൃത്യമായ ഒരു റോൾ ഈ കേസിൽ ഉണ്ടായി എന്നതിൻ്റെ സൂചനകളിലേക്ക് തന്നെയാണ് ഈ കേസ് തുടക്കം മുതൽ തന്നെ വരുന്നത്. ആദ്യഘട്ടത്തിൽ, അതായത് പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തനിക്കിതിൽ ഒരു പങ്കുമില്ല എന്നായിരുന്നു തുടർച്ചയായി മാധ്യമങ്ങളോട് പത്മകുമാർ പറഞ്ഞിരുന്നത് എന്ന കാര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. പക്ഷേ എന്നാൽ അതിനുശേഷം ഓരോ കാര്യത്തിലും ഗൂഢാലോചന നടത്തിയിരുന്നത് പത്മകുമാറാണ്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ബന്ധപ്പെട്ടവരാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയായിരുന്നു. പിന്നീട് തെളിവുകളടക്കം പത്മകുമാറിന് എതിരാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെയായിരുന്നു N വാസുവിൻ്റെയും. N വാസുവും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നായിരുന്നു പലതവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെങ്കിൽ പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ഒന്നൊന്നായി നിരത്തിയപ്പോൾ അതെല്ലാം തുറന്നു പറയേണ്ടി വന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള നിലവിൽ നിലവിൽ അറസ്റ്റിലുള്ള എല്ലാവർക്കുമെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. കാരണം ദേവസ്വം ബോർഡിന്റെ മഹസറുകൾ, ദേവസ്വം ബോർഡിന്റെ മറ്റ് ഉത്തരവുകൾ, അങ്ങനെ എല്ലാ രേഖകളും സഹിതമാണ് ഓരോ ആളുകളെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പക്ഷെ അത് പറയുമ്പോഴും അവിടെ നിന്ന് മുകളിലേക്ക്, അതായത് ദേവസ്വം ബോർഡിൽ നിന്ന് മുകളിലേക്ക് ഇതുവരെയും തന്ത്രിയിലേക്ക് പോയി എന്നല്ലാതെ എന്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും ചോദ്യത്തിന് മുന്നിൽ കൃത്യമായ ഒരു മറുപടി ഇതുവരെയും ആർക്കും പറയാനും കഴിയുന്നില്ല. മാത്രവുമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തുടർച്ചയായ ഇത്തരം അറസ്റ്റുകൾ വരുന്ന സമയത്ത് ഏറ്റവും അവസാനം തന്ത്രി കണ്ഠരര് രാജീവർ അറസ്റ്റിലായ സമയത്ത് പോലും CPIM ഇതിനോട് കാര്യമായ ഒരു പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതാണ്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്നൊരു സ്റ്റാൻഡാണ് CPIM അതിൽ ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം CPIMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നത് കൊണ്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് പാർട്ടി പോവുകയും ചെയ്യുന്നത്. എന്തായാലും സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അതിനൊരു ശക്തമായ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ശരി, ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. പത്മകുമാർ വീണ്ടും റിമാൻഡിലായിരിക്കും.